إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 38-39 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. മുൻ ആയത്തിന്റെ തന്നെ തുടർച്ചയാണ്. നോക്കൂ നിങ്ങൾ. ആ പൊങ്ങച്ചക്കാരും അഹങ്കാരികളുമായ വിശ്വാസികളായ കൂട്ടരുടെ ആ സ്വഭാവ ഗുണങ്ങൾ പിന്നീടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ കൂടി വിശദീകരിക്കുകയാണ്. വല്ലദീന യാതൊരു കൂട്ടരും കൂടിയാണവർ യുൻഫിഖൂന അവർ ചെലവഴിക്കുന്നു അംവാലഹും അവരുടെ സമ്പത്തിനെ ചെലവഴിക്കുന്നു ഇത് അന്നാസ് ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹുവിൽ നിന്നുള്ള യാതൊരു പ്രതിഫലവും അവർ കാംക്ഷിക്കുന്നില്ല. വെറുതെ ജനങ്ങളെ കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ കയ്യടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവരുടെ പുകഴ്ത്തലും പ്രശംസയുമാണ് അവർ ഉദ്ദേശിക്കുന്നത്. വലാ യുഅ്മിനൂന ബില്ലാഹ് അവർ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നില്ല. വബിൽ യൗമിൽ ആഖിർ അന്ത്യനാൾ കൊണ്ടും അവർ വിശ്വസിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കാത്തവർ അവരുടെ ചെയ്തികൾ എന്താണ്? അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അവർ ഒരുപാട് സമ്പത്ത് അങ്ങനെ ചെലവഴിക്കും. അവരുടെ കയ്യടിയും പ്രശംസയുമാണ് അവർക്ക് ആവശ്യം. അതല്ലാതെ അല്ലാഹുവിൽ നിന്നുള്ള യാതൊരു പ്രതിഫലവും അവർ ആഗ്രഹിക്കുന്നേയില്ല. നോക്കൂ നിങ്ങൾ, മുഅ്മിനും മുസ്ലിമായ ഒരു വ്യക്തി ഇതേ രൂപത്തിൽ ജനങ്ങളെ കാണിക്കാൻ അവൻ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ആഖിറത്തിൽ ഖിയാമത്ത് നാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് വിളിച്ചു പറയും, നീ ആരെ കാണിക്കാനാണോ നീ ആ അമൽ സ്വാലിഹാത്ത് സൽക്കർമ്മം ചെയ്തത് അവനോട് പോയി നീ പ്രതിഫലം അന്വേഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആട്ടിവിടുന്നതാണ്. അല്ലാഹു പറയും, എന്റെ അടുക്കൽ നിന്ന് നിനക്ക് പ്രതിഫലമില്ല. അങ്ങനെ പാപ്പനായിക്കൊണ്ട് ഒന്നുമില്ലാത്തവനായിക്കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവിശ്വാസികളുടെ ഈ ചെയ്തികൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു. നോക്കൂ നിങ്ങൾ, വമയ്യകുനി ശൈത്വാനു ലഹു കരീന ആർക്ക് ആ പിശാച് കരീന് അവന്റെ സുഹൃത്തായി മാറുന്നുവോ ഫസഅ കരീന അതെത്ര ചിത്തയായ സുഹൃത്താണെന്നാണുള്ള പറയുന്നത്. പിശാചിനെ സുഹൃത്താക്കുന്നവൻ അത് എത്ര അങ്ങേയറ്റം മ്ലേച്ഛമായ ഒരു സുഹൃത്താണ് ആ പിശാച് എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. പൈശാചികമായ പ്രേരണ മൂലമാണല്ലോ ഇതൊക്കെയും സംഭവിക്കുന്നത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.